ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു തോരൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ടിതാ ഞാനിവിടെ ഒരു 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ ബീട്രൂട്ടും ഞാനിതാ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വല്യുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ഉള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വല്യുള്ളി ഇപ്പോൾ ഇതാ ഒരു വല്യുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഒരു വല്യുള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ആ ഒരു ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു 2 3 ഒക്കെ എടുത്താൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. ആ ഒരു എണ്ണയിൽ കിടന്നതിന് അത് ഒന്ന് വെന്ത് വന്നോളും. പിന്നെ ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ വെന്തിങ്ങനെ കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകം പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളകും ചെറിയ ജീരകവും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തേങ്ങയും കൂടി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ആ ഒരു ചതച്ചെടുത്ത ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി നമുക്കൊരു ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊരു സ്പേസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്ന കോഴിമുട്ടയാണ്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി അതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിമുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് കോഴിമുട്ട കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 കോഴിമുട്ട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അവിടെ മാത്രമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചിക്കിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ അതിൽ നിന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ചിക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയും കോഴിമുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ തോരൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളും കൂട്ടാനും ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്